ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. മക്കളെ, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിർബന്ധമായും മക്കൾ പഠിച്ചേ പറ്റൂ. അത് പഠിക്കാതെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങാലോ? റെഡി ആണല്ലോ? എല്ലാം പഠിക്കണേ മക്കളെ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN1 ആൻഡ് SN2 മെക്കാനിസം ആണ്. സോറി, SN2 റിയാക്ഷൻ ആണ്. SN1 റിയാക്ഷനും SN2 റിയാക്ഷനും തമ്മിലുള്ള ഒരു എത്ര മാർക്കാ? 3 മാർക്ക്. ഒരു 3 ഡിഫറൻസ് എങ്കിലും നമ്മൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാതെ പോകരുത്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ വേണ്ടി ഒരു ടേബിളാക്കി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ SN1ൻ്റെ പ്രത്യേകത? SN1 എന്ന് പറഞ്ഞാൽ അതൊരു യൂണിമോളിക്കുലാർ ആണ്. എങ്ങനെയാടാ? യൂണിമോളിക്കുലാർ ആണ്, അഥവാ മോളിക്കുലാരിറ്റി 1 ആണ്. എന്നാൽ SN2 എന്താ? അത് ബൈമോളിക്കുലാർ ആണ്, അഥവാ മോളിക്കുലാരിറ്റി 2 ആണ്. അതേപോലെ SN1 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ SN2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. SN1 2 സ്റ്റെപ്പ് ഉണ്ട്. SN2 ഒരു സ്റ്റെപ്പേ ഉള്ളൂ. മക്കളെ, SN1 ഇന്റർമീഡിയറ്റ് പ്രസന്റ് ആണ്. ഏത് ഇന്റർമീഡിയറ്റ്? കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് പ്രസന്റ് SN1. SN2 അത് പ്രസന്റ് അല്ല. കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് പ്രസന്റ് ആണ്. നോ ഇന്റർമീഡിയറ്റ് ഇല്ല. അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. അതെല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ട്, അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി മക്കളെ, റിയാക്ടിവിറ്റി ഓർഡർ എന്താ? SN1 റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് SN2. എന്താണ്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി. ഇനി മക്കളെ, SN1 കുറിച്ച് പറയുമ്പോൾ അവിടെ ഇൻവേർഷനുമുണ്ട്, റിട്ടൻഷനുമുണ്ട്. എങ്ങനെയാണോ നമ്മുടെ ഹാലോ ആൽക്കെയിൻ ആദ്യം ഉണ്ടായിരുന്നത്, അതേപോലെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. അതേപോലെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റും ഉണ്ടാവും. അഥവാ ഇൻവേർഷനുമുണ്ട്, റിട്ടൻഷനുമുണ്ട്. അത് രണ്ടുമുണ്ടെങ്കിൽ അവിടെ റെസിമൈസേഷൻ ഉണ്ട് എന്ന് പറയാം. എന്തുണ്ടെന്ന് പറയാം? റെസിമൈസേഷൻ. എന്നാൽ SN2ൻ്റെ കേസിൽ ഇൻവേർഷൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്ത് മാത്രമേ ഉള്ളൂടാ? ഇൻവേർഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ നോക്കൂ, 1, 2, 3, 4, 5, 6 ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 6 ഡിഫറൻസിൽ 3 ഡിഫറൻസ് മക്കൾ നിർബന്ധമായും പഠിക്കണം. കാരണം 3 മാർക്കിനാണ് ഇത് എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? സിമ്പിൾ അല്ലേ? ഇത് പേപ്പറിൽ എഴുതിയെടുക്കുക, 1 or 2 തവണ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അണ്ടർഗോ SN2 മെക്കാനിസം റെഡ്ലി? എവിടെയാണ് പെട്ടെന്ന് SN2 നടക്കുക? ഇനി മക്കളെ, അതെങ്ങനെ കാണുക? നമുക്കറിയാം SN2ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി. SN2 മെക്കാനിസം നടക്കുന്നത് എവിടെയാ? ഒരു പ്രൈമറി ഹാലോ ആൽക്കെയിനിലാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഇതെന്താ? ഇതൊരു ടേർഷ്യറി ഹാലോ ആൽക്കെയിനാ, ഇതൊരു പ്രൈമറി ഹാലോ ആൽക്കെയിനാ. അപ്പൊ ഇതിലെവിടെയാണ് SN2 മെക്കാനിസം പെട്ടെന്ന് നടക്കുക, SN2 റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക? ഒരു സംശയവും SN2 ആണെങ്കിൽ പ്രൈമറിയിൽ. സോ ക്ലോറോമീത്തൈനിലാണ് SN2 മെക്കാനിസം പ്രകാരം പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ ഓർഡർ ഓർത്തു വെക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് SN1ൻ്റെ ഓർഡർ എന്നും നമുക്കറിയുന്നതാണ്. ക്ലിയർ അല്ലേടാ പറഞ്ഞേ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ റിയാക്ട് ഫാസ്റ്റർ വിത്ത് അക്വസ് KOH? ഇതിൽ ആരാണ് അക്വസ് KOHുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളതാ?
മക്കളെ ഇതിൽ ആരെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ടുപേരും അക്വസ് KOHുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രോമിൻ പോയി OH ഇവിടെ വരും, അയോഡിൻ പോയിട്ട് OH ഇവിടെ വരും അല്ലേ. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് മെത്തനോളാണ്, സംശയമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏതാണ് പെട്ടെന്ന് നടക്കുക? റിയാക്ട് ഫാസ്റ്റർ എന്നാ ചോദിച്ചത്. രണ്ട് സ്ഥലത്തും മെത്തനോൾ ഉണ്ടാവും. ബ്രോമിൻ മാറി OH വരും, അയോഡിൻ മാറിയിട്ട് OH വരും. എന്നാൽ ആരാണ് പെട്ടെന്ന് മാറുക? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് അവരുടെ ലീവിങ് കപ്പാസിറ്റി കൂടും. അവിടെ ബ്രോമിന് പോയാലല്ലേ OHന് വരാൻ പറ്റുക, അയോഡിന് പോയാലല്ലേ OHന് വരാൻ പറ്റുക. ആർക്കാ പെട്ടെന്ന് പോകാൻ പറ്റുക? ഏറ്റവും സൈസ് കൂടുതലുള്ള ആൾക്കാണ്. അപ്പോൾ അയോഡിനാണ് ഇവിടെ എന്താ പറയുക പെട്ടെന്ന് ലീവ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇവിടെ CH3I അക്വസ് KOHുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് CH3OH + KI ഉണ്ടാവും. ഓക്കെ, അതേപോലെ CH3Br KOHുമായി റിയാക്ട് ചെയ്യുമ്പോഴും CH3OH ഉണ്ടാവും. പക്ഷെ പെട്ടെന്നുണ്ടാവുക ഈ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് നടക്കുന്നത് ഈ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാരണം I- ആണ് മോസ്റ്റ് ലീവിങ് ഗ്രൂപ്പ് വെൻ കമ്പയർ ടു Br- എന്നുള്ളതാണ്. ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലീവിങ് കപ്പാസിറ്റി കൂടുമെന്നുള്ളതാണ്. അടുത്തതിലേക്ക് വരാം. നോക്കൂ മക്കളെ, അറേഞ്ച് ദ ഫോളോയിങ്. ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെയാ? 1 chloropropane, 2 chloropropane, 1 chlorobutane in the increasing order of boiling point. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നുണ്ട്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് ആണ്, ബോയിലിംഗ് പോയിന്റ് ആണ്. അതേപോലെ ബ്രാഞ്ചിങ് ഈ 2 പോയിന്റാണ് വേണ്ടത്. ബ്രാഞ്ചിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് ആണ്. ബ്രാഞ്ചിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റാ. മക്കളെ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എത്ര കാർബൺ ആറ്റുണ്ട്? പ്രൊപ്പാണ് 3 കാർബൺ, ഇവിടെ പ്രൊപ്പാണ് 3 കാർബൺ, ഇവിടെ ബ്യൂട്ടാണ് 4 കാർബൺ. അപ്പൊ കാർബണിന്റെ നമ്പർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് 1 chlorobutane-നാണ്. 1 chlorobutane. ഇനിയൊരു സംശയമുള്ളത് 1 chloropropane ആണോ 2 chloropropane ആണോ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ഒരു സംശയമില്ല, 1 chloropropane. കാരണം എന്താ? 2 chloro എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഞ്ച് വരുന്നുണ്ട്. ബ്രാഞ്ച് മീൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത് അല്ലേ. സെക്കൻഡ് കാർബൺ എന്നാണ് താഴേക്ക് വരുന്നത്. ഇവിടെ 1 chloro എന്ന് പറയുമ്പോൾ ഒരു എൻഡിലാണ് ക്ലോറിൻ ഉള്ളത്. അപ്പോൾ ബ്രാഞ്ച് പോലെ ഇല്ലാത്തതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക. കാരണം ബ്രാഞ്ചിങ് വന്നാൽ ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യുക. സോ ഏറ്റവും കൂടുതൽ 1 chlorobutane ആണ്. പിന്നെ 1 chloropropane ആണ്. 1 chloropropane ആണ്. പിന്നെ ആർക്കാ മക്കളെ? 2 chloropropane. 2 chloropropane. Got it? അപ്പൊ ഈ പോയിന്റ് നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി കഴിയും. സിമ്പിൾ അല്ലടാ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കൈൽ ഹാലൈഡ് ദോ പോളാർ. ആൽക്കൈൽ ഹാലൈഡ് പോളാർ ആണ്. കാരണം അവിടെ കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ട്. കാർബൺ ഹാലജൻ ബോണ്ടിന്റെ പ്രത്യേകത ഇവിടെ പാർഷ്യൽ നെഗറ്റീവും ഇവിടെ പാർഷ്യൽ പോസിറ്റീവുമാണ്. അതുകൊണ്ട് അയാൾ പോളാർ ആണ്. പോളാർ ആയിട്ട് പോലും അയാൾ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല. വാട്ടർ നമുക്ക് അറിയുന്നതാണ്. HOH അല്ലേ. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതും പോളാറാണ്. ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇവിടെയും ചാർജ് ഉണ്ട്, ഇവിടെയും ചാർജ് ഉണ്ട്. ഇത് പോളാറാണ്, വാട്ടറും പോളാറാ. എന്നിട്ട് പോലും ആൽക്കൈൽ ഹാലൈഡ് വാട്ടറിൽ സോലുബിൾ അല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ആൽക്കൈൽ ഹാലൈഡിന് വാട്ടറുമായിട്ട് എന്ത് മേക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇന്റർമോളിക്കുലാർ. എന്താ മക്കളെ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ ആൽക്കൈൽ ഹാലൈഡിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് മക്കളെ അയാൾക്ക് വാട്ടറിൽ കാര്യമായി ഡിസോൾവ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ള കാര്യം മക്കൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇവിടെ നോക്കൂ, നിങ്ങൾ എത്തനോളാണ്. നോക്കൂ, ഇത് എത്തനോളാണ്. എത്തനോളിനെ
എയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്ലോറോ ഈത്തൈനും POCl3യും HClഉം ഇത് കണ്ടാൽ തന്നെ അറിയില്ലേടാ, കണ്ടാൽ തന്നെ അറിയില്ലേ. ഈ ബൈ പ്രോഡക്റ്റുകൾ എവിടെയാ വരിക? PCl5 ആഡ് ചെയ്യുമ്പോഴല്ലേ വരിക, PCl5 ആഡ് ചെയ്യുമ്പോഴല്ലേ വരിക. ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. സി എത്തനോൾ CH3 CH2OHനെ PCl5മായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവും, ഈ OH പോവും, പകരം ഇവിടെ 5 ക്ലോറിനിൽ നിന്ന് 1 ക്ലോറിൻ അങ്ങോട്ട് വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3 CH2Cl. അതാണ് ക്ലോറോ ഈത്തൈൻ. ബൈ പ്രോഡക്റ്റ് എന്താ? ഇവിടെയുള്ള ഇവിടെയുള്ള ഒരു ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവും. ഇവിടെയുള്ള ഫോസ്ഫറസ്, ഇവിടെയുള്ള ഒരു ഓക്സിജൻ, ഇവിടെയുള്ള 3 ക്ലോറിന് കമ്പൈൻ ചെയ്ത് POCl3 ഉണ്ടാവും. ഇയാളെ പേര് ഫോസ്ഫോറൈൽ ക്ലോറൈഡ് എന്നാണ്. എന്താണ് പേര്? ഫോസ്ഫോറൈൽ ക്ലോറൈഡ്. പേരെന്താണ്? ഫോസ്ഫോറൈൽ ക്ലോറൈഡ് അല്ലേ. ഇനി മക്കളെ ഇതിന് പകരം നമ്മൾ PCl3 ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PCl3 ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PCl3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അത് 3:1 പ്രപ്പോർഷനിലാവണം. 3 ആൽക്കഹോള് ഒരു PCl3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം എന്താ മുകളിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കുക. ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും, OH പോവും, ക്ലോറിൻ ഇങ്ങോട്ട് വരും, 3 ക്ലോറിൻ ഇങ്ങോട്ട് വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി 3 CH3 CH2Cl. ബൈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയോടാ? ബൈ പ്രൊഡക്റ്റ് H3PO3 ആണ്. H3PO3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറസ് ആസിഡ് ആണ്. ഫോസ്ഫോറസ് ആസിഡ് ആണ്. എന്താ ആസിഡാടാ? ഫോസ്ഫോറസ് ആസിഡാ. ഇനി മക്കളെ നോക്കൂ, ഇതിന് പകരം SOCl2 തയോണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് 3 എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറുള്ളത്? CH3 CH2OH അതിനെ SOCl2 അഥവാ തയോണൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? മുകളിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ക്ലോറിൻ ഇങ്ങോട്ട് വരും. സോ പ്രോഡക്റ്റ് എല്ലായിടത്തും സെയിം ആടാ, CH3 CH2Cl. ക്ലോറോ ഈത്തൈനാ, പക്ഷെ ബൈ പ്രോഡക്റ്റ് HCl ഗ്യാസും അതേപോലെ തന്നെ SO2 ഗ്യാസുവാ. മക്കളെ ആ ബൈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ മക്കളെ? ഈ ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിനുകൾ ഉണ്ടാവും. മക്കളെ അവിടെ പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിനുകൾ ഉണ്ടാവും. അതാ മക്കൾ മനസ്സിലാക്കേണ്ടത്. ബൈ പ്രോഡക്റ്റുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്യുവർ ഹാലോ ആൽക്കെയിന് മാത്രമാണ് ഉണ്ടാവുക. ഈ ഹാലോ ആൽക്കെയിൻ അല്ലാത്ത ബൈ പ്രൊഡക്റ്റ് ഒക്കെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് നമ്മളോട് ചോദിച്ചാൽ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. അത് യൂസിങ് തയോണൈൽ ക്ലോറൈഡാ. കാരണം ബൈ പ്രൊഡക്റ്റ് ഗ്യാസ് ആണ്, അത് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യും. നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിന് കിട്ടും. നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിന് കിട്ടും. മറന്നു കളയണ്ട. ഇതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചത് ഇത് മാത്രമാണ്. പക്ഷേ ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതായതുകൊണ്ട് ഞാൻ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്കടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എത്തനോളിനെ PCl3യുമായി ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? നോക്ക്, PCl3യുമായി ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുക അല്ലേ? 3 CH3 CH2Cl. 3 നീതണം നിർബന്ധമില്ല, പക്ഷെ അങ്ങനെയാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കുക. ക്ലോറോ ഈത്തൈൻ ആണ് പ്രൊഡക്റ്റ്. ഇനി വൈ തയോണൈൽ ക്ലോറൈഡ് ഇസ് പ്രിഫേർഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്? എന്തുകൊണ്ടാണ് തയോണൈൽ ക്ലോറൈഡ് പ്രിഫേർഡ് ആവുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ബൈ പ്രോഡക്റ്റ് HClഉം SO2ഉം എന്താണ്? ഗ്യാസ് ആണ്. അവർ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും. അതുകൊണ്ടാണ് അത് ബെസ്റ്റ് മെത്തേഡ് ആവുന്നത്, അതാണ് പ്രിഫേർഡ് മെത്തേഡ് ആവുന്നത് എന്ന കാര്യം മക്കൾ മറക്കരുത്. അത് ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് XY ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. മക്കളെ നോക്കൂ, C2H4 എന്ന് പറഞ്ഞാൽ എന്താ? C2H4 എന്ന് പറഞ്ഞാൽ ഒരു എത്തീനാണ്. CH2 ഡബിൾ ബോണ്ട് CH2, 2 കാർബൺ, എത്ത് ഡബിൾ ബോണ്ട് ENE. മക്കളെ ഇതിലേക്ക് എന്താ ആഡ്
അതിലേക്ക് ആഡ് ചെയ്യുന്നത് HBr ആണ്. HBr ആഡ് ചെയ്യുന്നത് ഒരു സിമെട്രിക്കൽ ആൽക്കീനിലേക്കാ. മക്കളെ സിമെട്രിക്കൽ ആയതുകൊണ്ട് അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഒരു കാർബണിലേക്ക് H+, ഒരു കാർബണിലേക്ക് Br-. അപ്പൊ എന്താ നമ്മുടെ പ്രോഡക്റ്റ് വരിക? CH2യിലേക്ക് H പോയാൽ അത് CH3 ആവും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. CH2യിലേക്ക് Br പോയാൽ CH2Br കിട്ടും. എന്താ പേര്? ബ്രോമോ ഈത്തൈൻ. ബ്രോമോ ഈത്തൈൻ ആണ് പ്രോഡക്റ്റ്. എന്താണ് പ്രോഡക്റ്റ്? ബ്രോമോ ഈത്തൈൻ. എടാ ഈ ബ്രോമോ ഈത്തൈനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അക്വസ് NaOH ആണ്. അക്വസ് NaOH ആണ്. അക്വസ് NaOH ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇവിടെയുള്ള Br- പോയിട്ട് OH- വരും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുക. ഈ ബ്രോമിന് സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ബ്രോമൈഡ് പുറത്തേക്ക് പോവും. എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? CH3CH2OH അഥവാ എത്തനോൾ ആണ് പ്രൊഡക്റ്റ്. എന്താണ് പ്രൊഡക്റ്റ്? എത്തനോളാ പ്രൊഡക്റ്റ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ബ്രോമോ ഈത്തൈൻ ആണ്, Y എന്ന് പറയുന്നത് എത്തനോൾ ആണ്. ഇവിടെ നടന്നത് അഡിഷൻ ഓഫ് HBr ടു എ സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഇവിടെ നടന്നത് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. Br- പോയിട്ട് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള OH- വന്നു എന്നുള്ളതാ. അവിടെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് റിയാക്ഷൻ എഴുതിയിട്ടുള്ള പരിചയം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതറിയാത്തവർ എഴുതി വെക്കണം കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ എക്സും വൈയും എന്താണ് എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താ? ഇതൊന്ന് ഞാൻ എന്താ പറയുക, കണ്ടൻസ്ഡ് ഫോർമുലയിലേക്ക് എഴുതുന്നു നോക്കൂ. CH3 CH2 CH2 CH Br CH3. ഇയാളെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി എന്നുള്ളതാ. ഇതാരാ? 2 ബ്രോമോ പെൻറ്റെയിൻ ആണ്. 2 ബ്രോമോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ. 2 ബ്രോമോ പെൻറ്റെയിൻ ആണ്. 2 ബ്രോമോ പെൻറ്റെയിൻ. ആ 2 ബ്രോമോ പെൻറ്റെയിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH-മായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മക്കളെ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH-മായി ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്തു പോകും. ഇവിടെ എലിമിനേഷൻ റിയാക്ഷനാണ് നടക്കുക. ഇവിടെ ബീറ്റ എലിമിനേഷനാണ് നടക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ 2 ബീറ്റ ഉണ്ട്. മക്കൾ നോക്ക്. ഇതാണല്ലോ ബ്രോമിനാണല്ലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അയാൾ ഈ കാർബണിലേക്കാണല്ലോ ബോണ്ട് ചെയ്തത്. അത് ആൽഫയാണ്. ആൽഫയുടെ തൊട്ടടുത്തുള്ളത് ആരാണ്? ബീറ്റയാണ്. ആൽഫയുടെ തൊട്ടടുത്ത് വരുന്നത് ബീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ബീറ്റ ഉണ്ട്. മക്കളെ 2 ബീറ്റ വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ ഏതാ? അത് സെയ്റ്റ്സഫ് റൂൾ ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. സെയ്റ്റ്സഫ് റൂൾ എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. സ്വാഭാവികമായിട്ടും ഈ ബ്രോമിന് ഇവിടെയുള്ള ഹൈഡ്രജനുമായിട്ടൊക്കെ ഈ ബ്രോമിനും ഈ ബീറ്റയിലുള്ള ഹൈഡ്രജനുമാണ് എലിമിനേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഈ കാർബണിൻ്റെയും ഇടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് മാറും എന്നുള്ളതാണ്. സോ എന്താ മക്കളെ പ്രൊഡക്റ്റ് വരിക? ഈ CH2ക്ക് എന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. ഈ CH2ന് എന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. ഈ CH2ന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. അവിടെ നിന്നാണ് H പോകുന്നത്, ഇവിടുന്ന് Br. അപ്പം ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. സോ ഇയാളുടെ പേരെന്താടാ? പ്രൊപ്പ് 2 ആണ്. പ്രൊപ്പല്ല, പെൻഡ് 2 ആണ്. എന്താ മക്കളെ? പെൻഡ് 2 ആണ്. Got it? ഇനി മക്കളെ ഇതാണ് മേജർ പ്രോഡക്റ്റ്. കാരണം എന്താ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത റൂള് സെയ്റ്റ്സഫ് റൂളാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. ഏതാത്? ഈ ബീറ്റയിൽ നിന്നുള്ള ഹൈഡ്രജനും ഈ ബ്രോമിനും എലിമിനേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക. സോ ആ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എഴുതാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇയാളുടെ പേര് പെൻറ്റീൻ എന്നാണ്, അല്ലെങ്കിൽ പെൻറ്റ്-1 എന്നാണ്. അത് മൈനർ പ്രൊഡക്റ്റാണ്. അപ്പോൾ മക്കളെ എക്സാമിന് ചോദിക്കും, ഇതെന്തുകൊണ്ട് മേജറായി, ഇതെന്തുകൊണ്ട് മൈനറായി? എക്സും വൈയും അല്ലേ ചോദിച്ചത്? ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. എന്തുകൊണ്ട് എക്സ് മേജറായി എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളിൻ്റെ പേര് സെയ്റ്റ്സഫ് റൂൾ ആയതുകൊണ്ടാണ്. മക്കളെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത റൂളിൻ്റെ പേരെന്താണ്? അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത റൂളിൻ്റെ പേര് സെയ്റ്റ്സഫ് റൂൾ ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത റൂളിന്റെ പേര് സെയ്റ്റ്സഫ് റൂൾ ആണ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഡിസൈഡ്സ് ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദ അബവ് റിയാക്ഷൻ. ദാറ്റ് ഈസ് സെയ്റ്റ്സഫ് റൂൾ ആണ്. അല്ലേ?
യെസ്. അടുത്തത് ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലോ ആൽക്കൈലിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും, നമുക്കറിയാം. പക്ഷെ ഹാലോ അറീൻസിൽ തീരെ നടക്കില്ല എന്നല്ല, അത് ലെസ് റിയാക്റ്റീവ് ആണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണ്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഹാലോ അറീനിൽ റെസൊണൻസ് നടക്കുന്നുണ്ട്, അത് ഓൾറെഡി സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തത് എന്താടാ, അവിടെയുള്ള ഡിഫറൻസ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ കാർബൺ ഹാലജൻ ബോണ്ട്. ഹാലോ ആൽക്കെയിനിലുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഈ ഹാലോ അറീനിലുള്ള കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡ് അതൊരു കാരണമാണ്. ഇനി മക്കളെ, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ. ഫിനൈൽ കാർബോകാറ്റയോണിന് എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ. അതായത് ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണല്ലോ ഹാലോ അറീൻ. ഇത് ബ്രേക്ക് ചെയ്തിട്ടല്ലേ പുതിയൊരാൾ വരിക, അതല്ലേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഹെറ്ററോളിസിസ് വഴിയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? ഫിനൈൽ കാർബോകാറ്റയോൺ. ഓൾറെഡി സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഈ ഫോർമാറ്റിൽ നിന്ന് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആ ഫോർമാറ്റിലേക്ക്, ഫിനൈൽ കാർബോകാറ്റയോണിൻ്റെ ഫോർമാറ്റിലേക്ക് പോകാൻ ആരെങ്കിലും താല്പര്യപ്പെടുകൂടാ? ഇല്ല, അതൊരു പ്രശ്നമാണ്. ഇനി മക്കളെ നോക്കൂ, ഇങ്ങോട്ടേക്കൊരു ന്യൂക്ലിയോഫൈൽ വരികയല്ലേ, ആ ന്യൂക്ലിയോഫൈലും ഈ ഫിനൈൽ ഗ്രൂപ്പിൻ്റെയും ഇടയിൽ റിപ്പൾഷൻ ഉണ്ടാവും. അത് മറ്റൊരു റീസൺ ആണ്. ഇനി മക്കളെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് നേച്ചർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെ റീസണാണുള്ളത്? റെസൊണൻസ് ഉണ്ട് എന്നുള്ളതൊരു റീസണാണ്. ഓൾറെഡി ഹൈലി സ്റ്റേബിൾ ആണ് എന്നുള്ളതൊരു റീസണാണ്. റെസൊണൻസ് ഉള്ളതുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണെന്നുള്ളൊരു പോയിന്റ് പറയാം. അതേപോലെ ഫിനൈൽ ഗ്രൂപ്പിൻ്റെയും ന്യൂക്ലിയോഫൈലിൻ്റെയും ഇടയിൽ റിപ്പൾഷൻ ഉണ്ട് എന്ന് പറയാം. ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. ഹൈബ്രിഡൈസേഷൻ sp3 അല്ല sp2 ആണെന്ന് പറയാം. എങ്ങനെയാണെങ്കിലും ഒരു 2-3 പോയിന്റ് നിർബന്ധമായും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കാരണം 2 മാർക്കിനാണ് ചോദിച്ചത്. 2 റീസൺ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഫിനൈൽ ഗ്രൂപ്പിൻ്റെയും ന്യൂക്ലിയോഫൈലിൻ്റെയും ഇടയിൽ റിപ്പൾഷൻ ഉള്ളത് കൊണ്ടാണ്. ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആട്ടോ. ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ്. ഹാലോ അറീനിലുള്ള കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. അവിടെ റെസൊണൻസ് ഉള്ളതുകൊണ്ട് അവിടെ കാർബൺ ഹാലജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് നേച്ചർ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാം. 2 പോയിന്റ് എന്തായാലും പറയണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. അടുത്തത്, എമംഗ് ക്ലോറോ ഈത്തൈൻ ആൻഡ് ക്ലോറോ ബെൻസീൻ. ഒന്ന് ആരാണ്? CH2 CH2 Cl. അടുത്തത് ആരാ? ക്ലോറോ ബെൻസീനാണ്. ഓക്കെ. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് NaOH. എടാ, NaOH ആഡ് ചെയ്താൽ എന്താ സംഭവിക്കേണ്ടത്? ഇവിടെയുള്ള ക്ലോറിൻ പോയിട്ട് OH വരിക, ഇവിടെയുള്ള ക്ലോറിൻ പോയിട്ട് OH വരിക. അപ്പോൾ അത് എവിടെയാ പെട്ടെന്ന് നടക്കുക എന്നുള്ളതാ? അത് ഹാലോ ആൽക്കൈലാണ് നടക്കുക. ഈ ഹാലോ അറീനിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണ്. അതിൻ്റെ റീസൺ അല്ലേ മക്കളെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്? യെസ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അടുത്തത്, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് when treated with copper chloride and HCl, the product formed is chlorobenzene. The reaction is known as, അത് സാൻമേസ് റിയാക്ഷൻ ആണ്. നമുക്ക് പരിചയമുണ്ട്. സാൻമേസ് റിയാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താടാ? സാൻമേസ് റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. സാൻമേസ് റിയാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് NH2 അഥവാ അനിലിന്. ആരാണ്? അനിലിന്. ആ അനിലിനെ നമ്മൾ സോഡിയം നൈട്രൈറ്റ് NaNO2 അതേപോലെ HCl ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് N2+Cl-. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡൈസോണിയം സാൾട്ട്, ആ സാൾട്ട് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. മറന്നു കളയരുത്. ഇനി മക്കളെ നോക്കൂ,
എന്താണ് ആ ഉണ്ടായ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഇല്ലേ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഇല്ലേ, അതിനെ നമ്മൾ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. Cu2Cl2 ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രസൻസ് ഓഫ് HCl. അപ്പോൾ ഏത് ഹാലൈഡ് ആണോ എടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറീൻ ഉണ്ടാവും. കോപ്പർ ക്ലോറൈഡ് എടുത്തുകൊണ്ട് ക്ലോറോ ബെൻസീൻ ഉണ്ടാവും. ദിസ് ഓവറോൾ റിയാക്ഷൻ ഇസ് കോൾഡ് സാൻമേസ് റിയാക്ഷൻ. ഈ ഓവറോൾ റിയാക്ഷന്റെ പേരാണ് സാൻമേസ് റിയാക്ഷൻ. ആദ്യത്തെ റിയാക്ഷനെ മാത്രം വിളിക്കുന്ന പേര് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന. എന്താ മക്കളെ വിളിക്കുക? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഇനി മക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കോപ്പർ ഹാലൈഡും HXും അല്ലേ എടുത്തത്, അതിനു പകരം കോപ്പർ പൗഡറും HXും ആണ് എടുക്കുന്നതെങ്കിലും ഇതേപോലെ സെയിം പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക. എന്നാൽ റിയാക്ഷന്റെ പേര് മാറിയിട്ടുണ്ട് അല്ലേ. കോപ്പർ ഹാലൈഡും HXും ആണെങ്കിൽ സാൻമേസ് റിയാക്ഷനാ. കോപ്പർ പൗഡറും HXും ആണെങ്കിൽ അത് ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്. ഏതാ മക്കളെ റിയാക്ഷന്റെ പേര്? ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്. മക്കൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവേണ്ടതാണ്. അടുത്തത് നോക്കൂ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഒന്ന്, വുഡ്സ് റിയാക്ഷൻ. എന്താണ് വുഡ്സ് റിയാക്ഷൻ? നിങ്ങൾ പറഞ്ഞു വുഡ്സ് റിയാക്ഷൻ എന്താ? 2 ആൽക്കൈൽ ഹാലൈഡുകൾ എടുക്കുക, 2 ആൽക്കൈൽ ഹാലൈഡ്, അതിന് സോഡിയം മെറ്റലുമായി എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് വലിയൊരു ആൽക്കൈൻ കിട്ടും. അതാണല്ലോ വുഡ്സ് റിയാക്ഷൻ. +2 NaCl. ഇതല്ലട വുഡ്സ് റിയാക്ഷൻ ആണ്. ഇനി ഇവിടെ ഹാലോ ആൽക്കൈൻ്റെ പകരം ഹാലോ അറീൻ ആണെങ്കിൽ അത് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഒന്ന് ഹാലോ ആൽക്കൈനും ഒന്ന് ഹാലോ അറീനും ആണെങ്കിൽ അത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി മക്കളെ സ്വാർട്സ് റിയാക്ഷൻ എന്താ? സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈന്, ഞാൻ ഇവിടെ ക്ലോറോമീത്തേൻ എടുത്തത്, അതിന് പകരം ബ്രോമോ എടുക്കാം. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ നമ്മൾ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്താൽ അവിടെ അയോൺ എക്സ്ചേഞ്ച് നടക്കും. Cl- അങ്ങോട്ട് പോവും, F- ഇങ്ങോട്ട് വരും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുവടാ? എന്താ കിട്ടുക? CH3F+ AgCl ഉണ്ടാവും. അതായത് ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്താൽ ഫ്ലൂറോ ആൽക്കൈന് കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വാർട്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. മക്കൾ മറന്നു കളയരുത്. അടുത്ത ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാ. എന്താ ഫിംഗൽസ്റ്റീൻ റിയാക്ഷന്? മുകളിൽ പറഞ്ഞ പോലെ തന്നെ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യണം. അപ്പൊ മുകളിൽ സംഭവിച്ച പോലെ അയോൺ എക്സ്ചേഞ്ച് സംഭവിക്കും. Cl- അങ്ങോട്ട് പോയിട്ട് I- ഇങ്ങോട്ട് വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3I+ NaCl. ഓക്കെ മക്കളെ, അപ്പോൾ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ സിൽവർ ഫ്ലൂറൈഡുമാക്കി റിയാക്ട് ചെയ്തിട്ട് ഫ്ലൂറോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? സ്വാർട്സ് റിയാക്ഷൻ. ഇനി ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് അയോഡോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മറന്നു കളയരുത്. അടുത്തത് എന്താടാ? ഹൗ ക്യാൻ ദ ഫോളോയിങ് കൺവേർഷൻസ് ബി എഫക്റ്റഡ്? എത്തനോള് എന്ന് പറഞ്ഞാൽ CH2OH. അതിനെ ഫ്ലൂറോ ഈത്തൈനാക്കി മാറ്റണം. എങ്ങനെ? ഫ്ലൂറോ ഈത്തൈനാക്കി മാറ്റണം. എങ്ങനെയാടാ ഇതിനെ ഫ്ലൂറോ ഈത്തൈനാക്കി മാറ്റാം? ഒരുപാട് മെത്തേഡുകളുണ്ട്. സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഫ്ലൂറോ അല്ലേ ആക്കേണ്ടതാണ്. ഫ്ലൂറോ ആക്കാം. ജസ്റ്റ് നിങ്ങൾ HCl-മായി ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ PCl5-മായി ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ PCl3-മായി ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ SOCl2-മായി ട്രീറ്റ് ചെയ്താൽ മതി. ഇതിൽ ആരുമായി ട്രീറ്റ് ചെയ്താലും ഇവിടെയുള്ള OH പോയിട്ട് ക്ലോറിൻ അങ്ങോട്ട് വരും. സോ വി വിൽ ഗെറ്റ് CH3CH2Cl. ഇവിടെ നിങ്ങൾ ചെയ്തത് ആൽക്കഹോളിനെ PCl5-യുമായിട്ട് അല്ലെങ്കിൽ PCl3-യുമായിട്ട് അല്ലെങ്കിൽ SOCl2-മായി റിയാക്ട് ചെയ്തിട്ട് ഒരു ഹാലോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇനി ഇതിനെ ഫ്ലൂറോ ഈത്തൈനാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ ഫ്ലൂറോ ആക്കാൻ സ്വാർട്സ് റിയാക്ഷൻ നടത്തിയാൽ മതി. എന്താ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ സിൽവർ ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ Cl- അങ്ങോട്ട് പോവും, F- ഇങ്ങോട്ട് വരും. അഥവാ അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3CH2F+ AgCl. ഓക്കെ, ഫ്ലൂറോ ഈത്തൈൻ വിൽ ഫോം. എങ്ങനെയാണ് ഉണ്ടാവുക? ഫ്ലൂറോ ഈത്തൈൻ വിൽ ഫോം. ഫ്ലൂറോ ഈത്തൈൻ വിൽ ഫോം. അടുത്തത് ബ്യൂട്ടുവണ്ണീൻ. ബ്യൂട്ടുവണ്ണീൻ എന്താ? CH3CH2
സി എച്ച് ഡബിൾ ബോണ്ട് CH2. അതാണ് ബ്യൂട്ട് 1 അതിനെങ്ങനെ ബ്യൂട്ട് 2 ആക്കാം? സിമ്പിളാണ്. അതിലേക്ക് നിങ്ങൾ HCl ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. HCl ആഡ് ചെയ്താൽ H+ ഗ്രേറ്റർ ഹൈഡ്രജനുള്ള കാർബണിലേക്കും Cl- ലെസ്സറുള്ളിടത്തേക്കുമാണ് പോവുക. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3 CH2 CHCl CH3. ഇങ്ങനെയല്ലേ ഉണ്ടാവുക. എന്താക്കേണ്ടത്? ബ്യൂട്ട് 2 അല്ലേ? എങ്ങനെ മക്കളെ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിനെ നിങ്ങൾ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുക. ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടക്കണം. ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്, ഇതും ബീറ്റയാണ്. സെയ്റ്റ്സഫ് റൂൾ പ്രകാരം ഈ ബീറ്റയിൽ നിന്നല്ല ഹൈഡ്രജൻ പോവുക, ഈ ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ പോവുക. സോ അവർ പ്രോഡക്റ്റ് വിൽ ബി ഈ കാർബണിൻ്റെയും ഈ കാർബണിൻ്റെയും ഡബിൾ ബോണ്ട് വരും. സോ CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ദിസ് ഇസ് ബ്യൂട്ട് 2 ആണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയതല്ല ഇത്. ആദ്യം നമ്മൾ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരം HCl ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ എലിമിനേഷൻ റിയാക്ഷനാണ് നടത്തിയത്. അവിടെ സെയ്റ്റ്സഫ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതായിരിക്കും അവിടെ മേജർ പ്രോഡക്റ്റ്. അവിടെ ബ്യൂട്ട് 1 ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് വിൽ ബി മൈനർ പ്രോഡക്റ്റ്. അല്ലടാ, ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കടുത്തത്, ക്ലോറോബെൻസീൻ എങ്ങനെ ടൊളുവിനാക്കി മാറ്റുക? വൂഡ്-സ്വിറ്റിക് റിയാക്ഷൻ നടത്തിയാൽ മതി. ക്ലോറോബെൻസീൻ എങ്ങനെയാണ് ടൊളുവിനാക്കുക? ഇതാരാ? ആൽക്കൈൽ ഹാലൈഡ്. ഇതിനെന്താ ചെയ്യേണ്ടത്? 2 സോഡിയവുമായിട്ട് ഒരു ക്ലോറോബെൻസീനുമായി ട്രീറ്റ് ചെയ്യുക. ആരുമായിട്ടാണ്? ക്ലോറോബെൻസീനുമായി ട്രീറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ. അപ്പം എന്താ സംഭവിച്ചത്? 2 ക്ലോറിന് 2 സോഡിയവുമായി കമ്പൈൻ ചെയ്ത് 2 NaCl പോയി. ഈ CH3 ഈ ബെൻസീനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താടാ? നമുക്ക് കിട്ടുന്നത് ടൊളുവിനാണ്. നമുക്ക് എന്താടാ കിട്ടുക? ടൊളുവിൻ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബൈ പ്രൊഡക്റ്റ് 2 സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്തത് നോക്ക് നിങ്ങൾ, പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ് പ്രൊപ്പീൻ. ഈ പ്രൊപ്പീൻ എന്താ ആക്കി മാറ്റേണ്ടത്? 2-ബ്രോമോപ്രൊപ്പൈൻ ആക്കി മാറ്റണം. 2-ബ്രോമോപ്രൊപ്പൈൻ ആക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? സിമ്പിൾ, ജസ്റ്റ് HBr ആഡ് ചെയ്താൽ മതി. HBr ആഡ് ചെയ്യുക. HBr ആഡ് ചെയ്താൽ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരം H+ ഇവിടെ, Br- ഇവിടെ. സോ ദ മേജർ പ്രൊഡക്റ്റ് വിൽ ബി CH3 CHBr CH3. സോ ദിസ് ഇസ് 2-ബ്രോമോപ്രൊപ്പൈൻ. സിമ്പിളാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരമുള്ള HBrന്റെ അഡിഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം. മറക്കാതിരിക്കുക. ഓക്കെ, ഇത് വൂഡ്-സ്വിറ്റിക് റിയാക്ഷൻ ആണ്. ഇത് ജസ്റ്റ് HBr ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്ത് നോക്കടാ, റൈറ്റ് എനി 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ക്ലോറോബെൻസീൻ. ഒരുപാട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അതിൽ 2 എണ്ണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്ലോറിനേഷൻ തന്നെ എഴുതാം. ക്ലോറിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എന്താ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഇത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. സോ 2 പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഒന്ന് ഓർത്തോ ഡൈക്ലോറോബെൻസീൻ ആണ്, രണ്ടെന്താണ്? പാരാ ഡൈക്ലോറോബെൻസീനാണ്. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ നോക്ക്, ഈ ക്ലോറോബെൻസീനിലേക്ക് വേണമെങ്കിൽ നൈട്രേഷൻ നടത്താം. എങ്ങനെ നൈട്രേഷൻ നടത്താം? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് കിട്ടും, അതേപോലെ തന്നെ പാരാ പൊസിഷനിലും NO2 ഗ്രൂപ്പ് കിട്ടും. കാരണം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. സിമ്പിൾ അല്ലേ? ഇതേപോലെ സൾഫോണേഷൻ നടത്താം, ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്താം, ഫിഡൽക്രാഫ്റ്റ് അസൈലേഷൻ നടത്താം. ഒക്കെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇനി മക്കളെ നോക്കൂ, ഇത് പ്രൊപ്പീനാ. പ്രൊപ്പീനിലേക്ക് H ആഡ് ചെയ്താൽ H+ കൂടുതലുള്ളിടത്തേക്ക്, I- കുറവുള്ളിടത്തേക്ക്. സോ വാട്ട് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്? CH3 CHI സിംഗിൾ ബോണ്ട് CH3. 2-അയോഡോപ്രൊപ്പൈൻ ഇസ് ദ മേജർ പ്രൊഡക്റ്റ്. ഇത് മക്കളെ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാ. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡും AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡുമാണ് ഉണ്ടാവുക എന്ന് പഠിച്ചിട്ടില്ലേ? നോക്കടാ, CH3 CH2. ഇതിലേക്ക് KCN ആഡ് ചെയ്താൽ ഇവിടെയുള്ള Br- പോയിട്ട് CN- വരും. CN- ആണ് വരുന്നതെങ്കിൽ അത് സയനൈഡാണ്. ഇനി ഇവിടെ എന്താണ് വരിക? ബൈ പ്രൊഡക്റ്റ് എന്താ? ബൈ പ്രൊഡക്റ്റ് KCN ആണ്, KBr ആണ് അല്ലേ? KBr. ഇവിടെ എന്താണ്? Br- പോയിട്ട് CN- ആണ് വരേണ്ടത്. പക്ഷേ CN- അല്ല വരുന്നത്, മറിച്ച് NC ആണ് വരുന്നത്. ബൈ പ്രൊഡക്റ്റ് AgBr ആണ്.
NC ആണ് വരുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, CN വന്നാൽ സയനൈഡ്, NC വന്നാൽ അതിനെ ഐസോസയനൈഡ് എന്നാ വിളിക്കുക, ഐസോസയനൈഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ KCN പോലെ തന്നെയാണല്ലോ AgCN, പിന്നെന്താ ഒന്ന് സയനൈഡും ഒന്ന് ഐസോസയനൈഡും വന്നത്? കാരണം KCN ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്, AgCN ഒരു കൊവാലന്റ് കോമ്പൗണ്ട് ആണ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് വരണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. രണ്ടും രണ്ട് നേച്ചറാണ്, അതുകൊണ്ടാണ് രണ്ട് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. Got it? ഇനി എന്താണ്? ഐഡന്റിഫൈ ദ പോയിസണസ് ഗ്യാസ് ഫോംഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫോം. ക്ലോറോഫോമിനെ ഡാർക്ക് ബോട്ടിൽ അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായി ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഫോസ്ജീൻ എന്ന് പറയുന്ന പോയിസണസ് കോമ്പൗണ്ട് ഉണ്ടാവും. എന്താണ് ഉണ്ടാവുക? ഫോസ്ജീൻ. അല്ലെങ്കിൽ അതിനെ കാർബോണൈൽ ക്ലോറൈഡ് എന്നും പറയാറുണ്ട്, COCl2. അതാണ് കാർബോണൈൽ ക്ലോറൈഡ് അഥവാ ഫോസ്ജീൻ, അതുണ്ടാവും. വൈ ക്ലോറോഫോം കെപ്റ്റ് ഡാർക്ക് ബോട്ടിൽ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡാഷ് ഈസ് ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്. അത് DDT ആണ്. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈത്തേൻ ഇസ് ദ ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ മക്കളെ ഇത്രയും റിയാക്ഷൻസ് ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിർബന്ധമായും മക്കൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കാത്തതുണ്ടാവാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവാൻ പാടില്ല. നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ ആണല്ലോടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ മക്കളെ? ഐഡിയ ക്ലിയർ അല്ലേ? കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും നമ്പർ ഇട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ടിക്ക് ചെയ്ത് പോകണം. പഠിക്കാത്തത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.